നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ ക്ലാസ് 8ലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ, അതായത് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന ചാപ്റ്ററിലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഓൾജിബ്രായിക് എക്സ്പ്രഷനാണ് നോക്കുന്നത്. ഓൾറെഡി നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷനിലെ തന്നെ എഡീഷൻ, സബ്സ്ട്രാക്ഷൻ ഇവ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് മൂന്നാമത്തെ വീഡിയോ ആണിത്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നതിന് മുൻപായി മോണോമിയൽ എന്താണെന്ന് പഠിക്കണം. മോണോമിയൽ, അതുപോലെ തന്നെ ബൈനോമിയൽ, പോളിനോമിയൽ, ഇങ്ങനെ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. മോണോമിയൽ എന്ന് വെച്ചാൽ ഓൺലി വൺ ടേം. ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ ടേംസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് ഇൻ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ ഒരു ടേം മാത്രം വരുന്നത്, ഓൺലി വൺ ടേം മാത്രം വരുന്ന ഓൾജിബ്രായിക് എക്സ്പ്രഷനെയാണ് മോണോമിയൽ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾക്ക് ഇതൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷനാണ്. 2x² + 4y + xy. ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ എത്ര ടേംസ് നമ്മൾക്ക് കിട്ടും? 3 ടേംസ് ഉണ്ട് ഇതിൽ. 2x² ഒരു ടേമാണ്, അതുപോലെ തന്നെ 4y നെക്സ്റ്റ് ടേമാണ്, അതുപോലെ xy വേറൊരു ടേമാണ്. ഇതിനെയാണ് ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ വൺ ടേംസ് മാത്രമുള്ള ഓൾജിബ്രായിക് എക്സ്പ്രഷനെയാണ് മോണോമിയൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മോണോമിയലാണ്. മോണോമിയൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നോക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ബൈനോമിയൽ എന്താണെന്നും അവയുടെ മോണോമിയലും ബൈനോമിയലും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഈ വീഡിയോയിൽ നമ്മൾ മോണോമിയൽ എന്താണെന്നും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും മാത്രമാണ് നോക്കുന്നത്. ഇവിടെ മോണോമിയൽ എന്ന് വെച്ചാൽ ഓൺലി വൺ ടേം, ഒരു ടേം മാത്രമുള്ള ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എടുത്താൽ, ഇതൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷനാണ്. ആ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ വൺ ടേം മാത്രമുള്ളതിനെയാണ് മോണോമിയൽ എന്ന് പറയുന്നത്. ഒന്നിലധികം ടേംസ് വരുമ്പം പോളിനോമിയൽ, 2 എണ്ണമാകുമ്പം ബൈനോമിയൽ, 3 എണ്ണമാകുമ്പം, ഇതൊരു 3 ടേംസ് ഉണ്ട് ഇതിൽ ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എടുക്കുമ്പോൾ. അപ്പോൾ അതിനെ ട്രിനോമിയൽ എന്ന് പറയും. ഈ രീതിയിലാണ് ഓൾജിബ്രായിക് എക്സ്പ്രഷനെ കുറിച്ച് ഈ ക്ലാസ് 8ൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മോണോമിയൽ നോക്കാം. മൾട്ടിപ്ലൈയിങ് എ മോണോമിയൽ ബൈ എ മോണോമിയൽ. 2 മോണോമിയൽ എടുത്താൽ അവയെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. സബ്സ്ട്രാക്ഷൻ ഓൾറെഡി പഠിച്ചതാണ്, അഡീഷൻ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പഠിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ്. ഇവിടെ 2 ടേംസ് ഉണ്ട്. 5 ഒരു ടേമാണ്, അതുപോലെ x ഒരു ടേമാണ്. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത് 5 × x, ദറ്റ് ഈസ് 5x. സാധാരണ നമ്മൾ ഒരു വേരിയബിളും ഒരു നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും കൂടെ ചേർത്ത് എഴുതുക എന്നേ ഉള്ളൂ. അല്ലാതെ വേറെ നമ്പേഴ്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. So that is 5x. നെക്സ്റ്റ് 4 × 4 എന്നുള്ള ഒരു മോണോമിയലും, അതുപോലെ തന്നെ 5x എന്നുള്ള വേറൊരു മോണോമിയലും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. അതായത് ഇവിടെ 2 മോണോമിയൽസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ 4 × 5x, ദറ്റ് ഈസ് 4 × 5x. എങ്ങനെ നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം? ആദ്യം നമ്പേഴ്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഏതൊക്കെയാണ്? 4 × 5, then x, variable x. 4 × 5x എന്നുള്ള മോണോമിയൽ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ആദ്യം നമ്പേഴ്സുകൾ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, പിന്നെ വേരിയബിൾസ് ആഡ് ചെയ്യുക. ഇവിടെ 4 × 5, ഫസ്റ്റ് ബ്രാക്കറ്റിൽ 4 × 5, then x, that is 4 × 5 is 20 × x. The answer is 20x. ടെക്സ്റ്റ് ബുക്കിലെ
എക്സാമ്പിൾ നോക്കാം. 4 ഇൻറ്റു എക്സ്. ഈ എക്സിനെ നമ്മൾ 4 ടൈംസ് 4 ടൈംസ് ആഡ് ചെയ്യുന്നതിന് പകരമാണ് 4x എന്ന് എഴുതുന്നത്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എക്സ് എന്നുള്ളതിന് 4 ടൈംസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 4x എന്നുള്ളത് കിട്ടുന്നത്, 4x വരുന്നത്. അതായത് എക്സ് പ്ലസ് എക്സ് ഇങ്ങനെ 4 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ എത്ര ടൈംസ് 4x ആഡ് ചെയ്യുന്നു? 4 ടൈംസ്. ദാറ്റ് ഈസ് 4x. ഇതാണ് 4 ഇൻറ്റു എക്സ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വിടാം. 4 ഇൻറ്റു 3x. ഇതും 2 മോണോമിയൽസ് ആണ്. ഈ മോണോമിയൽസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 4 ടൈംസ് 3x എന്നുള്ളതിന് 4 ടൈംസ് ആഡ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഇവ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 3x പ്ലസ് 3x. ദാറ്റ് ഈസ് 4 ടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നു? 3xനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നതാണ് 12x. 3 പ്ലസ് നമ്മൾ ഓൾറെഡി അഡീഷൻ പഠിച്ചിട്ടുണ്ട് ആൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ. അതുകൊണ്ട് തന്നെ 3x. എങ്ങനെ നമ്മൾ അഡീഷൻ നടത്തിയത്? നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. അതുപോലെ വേരിയബിളിന് ചേഞ്ച് ചെയ്യുന്നില്ല. വേരിയബിൾ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുകയാണ് ചെയ്യുന്നത് ആൻസറിൽ. ഇവിടെ 3 പ്ലസ് 4 ടൈംസ് 3 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12. ദാറ്റ് ഈസ് 12. പിന്നെ വേരിയബിളിന് ചേഞ്ച് വരുന്നില്ല. വേരിയബിൾ ആൻസറിൽ എഴുതുക എക്സ്. ദാറ്റ് ഈസ് 12x. ഇത് വേറൊരു മെത്തേഡാണ്. ബട്ട് ഇൻ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തന്നെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എക്സ് ഇൻറ്റു 3y. ഇവിടെ എക്സ് ഇൻറ്റു 3 ഇൻറ്റു y ഈ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. എക്സ് ഇൻറ്റു 3 ഇൻറ്റു y. ദാറ്റ് ഈസ് 3 നമ്പേഴ്സാണ്. അതുകൊണ്ട് 3 കോയിഫിഷ്യൻ്റ് ആയിട്ട് എഴുതുന്ന രീതിയിൽ എഴുതുക. ദെൻ ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. എക്സ് ഇൻറ്റു വൈ എന്നാണ് XY. വേറൊരു ചേഞ്ച് വരുന്നില്ല. XY എന്ന് എഴുതാൻ പറ്റില്ലോ. നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. XY എന്നുള്ള എക്സ് ഇൻറ്റു വൈ XY തന്നെയാണ്, അതിനൊരു ചേഞ്ച് വരുന്നില്ല. ദാറ്റ് ഈസ് 3XY. Then 5x into 3y, that is 5 into x into 3 into y. ഇത് നമ്പേഴ്സ് തമ്മിൽ ഒരു ഗ്രൂപ്പായിട്ട് എഴുതുക. ദാറ്റ് ഈസ് 5 into 3 ഇൻറ്റു ഏതാണ്? എക്സ് ഇൻറ്റു വൈ. 5 into 3 എത്രയാണ്? 15. 5 into 3 is 15. Then x into y, xy. That is 15xy. Then 5x into minus 3y. ഇതും അതുപോലെ തന്നെ നമ്പേഴ്സുകൾ നമ്മൾ തമ്മിൽ ഒരു ഗ്രൂപ്പായിട്ട് എഴുതാൻ ശ്രമിക്കുക. 5 ഇൻറ്റു മൈനസ് 3. സൈൻ എപ്പോഴും വിട്ടുപോകാൻ പാടില്ല. സൈൻ ആൻസറിൽ മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. 5 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. ഇതൊരു ഹോൾ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് എഴുതുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും മനസ്സിലാക്കാൻ. 5 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ. ദറ്റ് ഈസ് മൈനസ് 15 വേരിയബിൾസ് എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ. ദറ്റ് ഈസ് ആൻസർ ഈസ് 15xy. ഇതുപോലെ ടെക്സ്റ്റിൽ അനവധി എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ നോക്കി ചെയ്യാൻ ശ്രമിക്കുക. 5x ഇൻറ്റു 3y നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 5 ഇൻറ്റു 3 15xy. നെക്സ്റ്റ് 5x ഇൻറ്റു മൈനസ് 3y. ദറ്റ് ഈസ് മൈനസ് 50 ഇൻറ്റു xy. നെക്സ്റ്റ് 5x ഇൻറ്റു 4x. എന്ത് ചെയ്യണം? നമ്പേഴ്സുകൾ തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ദറ്റ് ഈസ് 5 ഇൻറ്റു 4. 5 ഇൻറ്റു 4. ദെൻ എക്സ് ഇൻറ്റു
ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. ഇവിടെ ഒരേ വേരിയബിൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 ഇൻറ്റു 4 എന്നുള്ള നമ്പേഴ്സുകൾ ഒരു ഗ്രൂപ്പായിട്ട് എഴുതിയതിന് ശേഷം ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, വേരിയബിൾസ് വേറൊരു ഗ്രൂപ്പായിട്ട് എഴുതുക. എക്സ് ഇൻറ്റു എക്സ്, എക്സ് ഇൻറ്റു ദെൻ ആൻസറിൽ വരുന്നത് 5 ഇൻറ്റു 4 ഈസ് 20. 5 ഇൻറ്റു 4 20 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. എക്സ് ഇൻറ്റു എക്സ് എങ്ങനെ എഴുതാം? വേരിയബിൾസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എങ്കിലും നമ്മൾക്കൊന്ന് നോക്കാം. എക്സ് ഇൻറ്റു എക്സ്, ഇതിൻ്റെ പവർ, ഇനി പവർ ഉണ്ട് വേരിയബിൾസിന്. ഇതിൻ്റെ പവർ എക്സ് റേസ് ടു 1 ആണ്. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ പവർ എക്സ് റേസ് ടു 1. അപ്പോൾ പവേഴ്സുകൾ തമ്മിൽ വേരിയബിൾസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യണം. വേരിയബിൾസ് എക്സ് ആണെങ്കിൽ എക്സ് എഴുതുക. ആ വേരിയബിൾസ് എഴുതിയതിന് ശേഷം പവേഴ്സുകൾ തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് അവിടെ വേരിയബിൾസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എക്സ് ഇൻറ്റു എക്സ്, സെയിം വേരിയബിൾ മാത്രമേ നമുക്ക് പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ് ഇൻറ്റു വൈ ആണെങ്കിൽ, എക്സ് ഇൻറ്റു വൈ ആണെങ്കിൽ എന്താണ് എഴുതേണ്ടത്? പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് എക്സ് വൈ എന്നേ വരുള്ളൂ. ആൻസറിൽ എക്സ് വൈ. But in x same variable ആണെങ്കിൽ x into x, that is then multiplying 3 or more monomials. 2 monomialsനെ കുറിച്ച്, മോണോമിയൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നോക്കിയത്. 3 or more monomials എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ 3 monomials തന്നിട്ടുണ്ട്. 2x 5y ആൻഡ് 7z. ഇവ മൾട്ടിപ്ലൈ, ഈ 3 മോണോമിയൽസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് കോയിഫിഷ്യൻസ് നേരത്തെ ചെയ്തതുപോലെ തന്നെ കോയിഫിഷ്യൻസ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു ഗ്രൂപ്പായി എഴുതിയതിന് ശേഷം അവ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ വേരിയബിൾസ് ഗ്രൂപ്പായി എഴുതിയതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2 ഇൻറ്റു 5 ഇൻറ്റു 7, ദറ്റ് ഈസ് 70. 2 ഇൻറ്റു 5 ഇൻറ്റു 7 ഈസ് 70. ദെൻ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ്. ഇവിടെ ഡിഫറെൻറ്റ് വേരിയബിളാണ്, അതുകൊണ്ട് തന്നെ പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് ഈസ് എക്സ് വൈ സെഡ്. 17 എക്സ് വൈ സെഡ്. 17 എക്സ് വൈ സെഡ്. The answer is 17 എക്സ് വൈ സെഡ്. Then next question, 4xy into 5x square y square into 6x cube y cube. ഈ 3 മോണോമിയൽസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതും അതുപോലെ തന്നെയാണ്. എന്ത് ചെയ്യണം? കോയിഫിഷ്യൻസ് ഒരു ഗ്രൂപ്പായി എഴുതി അവ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ വേരിയബിൾസ് ഗ്രൂപ്പായി ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. ഇവിടെ 4 ഇൻറ്റു 5 ഇൻറ്റു 6, 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു എക്സ് എന്നുള്ള വേരിയബിൾസ് ഗ്രൂപ്പായിട്ട് എഴുതാം. എക്സ് ഉള്ള വേരിയബിൾസ് എല്ലാം ഒരു ഗ്രൂപ്പായിട്ട് എഴുതാം. ദറ്റ് ഈസ് എക്സ്, 4xy എന്നുള്ളതിൻ്റെ എക്സ് ഇൻറ്റു ദെൻ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇൻറ്റു എന്ത് ചെയ്തു? വൈ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വൈ എന്നുള്ള വേരിയബിൾസ് ഒരു ഗ്രൂപ്പായിട്ട് എഴുതാൻ നോക്കാം. വൈ ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ്, വൈ ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ്. ഇവിടെ ഒരേ വേരിയബിൾസിനെ ഗ്രൂപ്പായിട്ട് എഴുതാൻ കാരണം ആ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവയുടെ പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണെങ്കിൽ നമ്മൾക്ക് ഒന്നിച്ച് എഴുതിയാൽ മതി. So 4 into 5 is 20. 20 into 6 is 120. Then എക്സിൻ്റെ പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക. വേരിയബിൾ എക്സ്, വേരിയബിൾസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ഇവിടെ 1 പ്ലസ് 2, 1 പ്ലസ് 2 പ്ലസ് 3 ആണ്. പവേഴ്സ് 1 പ്ലസ് 2 പ്ലസ് 3 ആണ്. ആൻസർ എത്രയാണ്? 6. പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 6, ദാറ്റ് ഈസ് 120 ഇൻറ്റു എക്സ് റേസ് ടു
6 ഇൻറ്റു ഏതാണ് വൈയുടെ പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക. വൈയുടെ പവേഴ്സുകൾ 1 + 2 ഈസ് 3. 3 + 3 ഈസ് 6. ദാറ്റ് ഈസ് 1/6. ഇതാണ് ആൻസർ. 120 ഇൻറ്റു x⁻6 ഇൻറ്റു y⁻6. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് മൊണോമിയൽസ് എന്താണെന്നും മൊണോമിയൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനുമാണ് നോക്കിയത്. അത് മൊണോമിയൽസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോയിഫിഷ്യൻസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ വേരിയബിൾസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വേരിയബിൾസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അവയുടെ പവേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ഏത് മൊണോമിയൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എത്ര നമ്പർ മൊണോമിയൽസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതിൽ ആൻസർ എന്തായിരിക്കും? വീണ്ടും മൊണോമിയൽ തന്നെയായിരിക്കും. ഇവിടെ 3 മൊണോമിയൽസ് ഉണ്ട്. അപ്പോൾ ആൻസറും എന്തായിരിക്കും? 1 മൊണോമിയൽ തന്നെയായിരിക്കും. മൊണോമിയൽ തന്നെയായിരിക്കും. അതായത് എത്ര മൊണോമിയൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ എന്തായിരിക്കും കിട്ടുന്നത്? ഒരു മൊണോമിയൽ തന്നെയാണ് കിട്ടുന്നത്. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും വേണം. ദെൻ ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.